കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാര കൈമാറ്റ ധാരണ പാലിക്കാത്തതിൽ ലീഗ് കോൺഗ്രസ് തർക്കം രൂക്ഷം. കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം വെച്ചുമാറുന്നതിൽ കോൺഗ്രസ് ധാരണ തെറ്റിച്ചുവെന്ന് ലീഗ് നേതൃത്വം ആരോപിച്ചു. പ്രതിഷേധവുമായി കൂരാച്ചുണ്ടിൽ UDF വിടാനൊരുങ്ങുകയാണ് ലീഗ്. ധാരണാപത്രത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലും ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി ലീഗ് കോൺഗ്രസ് തർക്കം മുറുകുകയാണ്. ചെയർമാൻ സ്ഥാനം ലീഗ് കൈമാറുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ പരാതി. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ. ഇത് ലീഗ് കോൺഗ്രസ് തർക്കം ഇടയ്ക്കിടെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ അത് ഏതു രൂപത്തിലാണ്? ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യപ്പോരിലേക്ക് തന്നെ വരികയാണോ? മുന്നണി വിടുന്നു എന്ന രൂപത്തിലേക്കൊക്കെ വരുന്നു കാര്യങ്ങൾ. സ്മൃതി, സാധാരണ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള തർക്കം, ലീഗ് കോൺഗ്രസ് തർക്കം എന്ന് പറയുന്നത് മലപ്പുറത്താണ് പതിവുള്ളത്. ഇപ്പോൾ കോഴിക്കോട്ടും ചില പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഇങ്ങനെ തർക്കം തുടരുകയാണ്. നേരത്തെ മാവൂർ പഞ്ചായത്തിൽ ഇതേ രീതിയിലുള്ള തർക്കമുണ്ടായിരുന്നു. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ അത് DCC പ്രസിഡന്റും അതുപോലെ തന്നെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ഇരുന്ന് ഒപ്പിട്ട ഒരു ധാരണാപത്രം, T സിദ്ദിഖ് ഉൾപ്പെടെ ഒപ്പിട്ട ഒരു ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂരാച്ചുണ്ടിലെ അവസാനത്തെ ഒരു വർഷം ലീഗ് മെമ്പർക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്നുള്ളത്. അത് കൊടുക്കാൻ വേണ്ടി ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ലീഗിൻ്റെ ജില്ലാ നേതൃത്വം ഇടപെടുകയാണ്. കൂരാച്ചുണ്ടിലെ പഞ്ചായത്ത് നേതൃത്വവും ലീഗിൻ്റെ ജില്ലാ നേതൃത്വവും ഇപ്പോൾ അല്പസമയത്തിനകം ലീഗ് ഹൗസിൽ ചർച്ച നടത്തും. എന്നിട്ട് അവിടെ ലീഗിൻ്റെ പിന്തുണ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്. നിലവിൽ ലീഗിൻ്റെ ചെയർമാനാണ്, അത് കൊടുക്കേണ്ടത് കോൺഗ്രസിനാണ്. അങ്ങനെ കൂരാച്ചുണ്ടിൽ കോൺഗ്രസ് ധാരണ തെറ്റിക്കുകയാണെങ്കിൽ രാമനാട്ടുകരയിലും ധാരണ തെറ്റിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ലീഗ് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ രാമനാട്ടുകരയിൽ ലീഗിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് കോൺഗ്രസിന് കൊടുക്കേണ്ടതില്ല എന്ന ഒരു രീതിയിലേക്ക് എത്തും. ഇതിപ്പോൾ ഒരു പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമാണ് ഈ പ്രശ്നമെങ്കിൽ കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനി ആ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ധാരണകൾ പല പഞ്ചായത്തിലും ഉണ്ടാവും. അങ്ങനെ കോൺഗ്രസ് ലീഗ് ധാരണകൾ തെറ്റുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ പോലും അത് ബാധിക്കാൻ, അത് കോഴിക്കോട്ട് മാത്രമല്ല മലപ്പുറത്തും ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കണം എന്നൊരാവശ്യം അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കുണ്ട്. സ്മൃതി, ശരി. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.